ഇനി ബോണ്ടഡ് ലേബർ നോക്കുകയാണെങ്കിൽ ഈ ബോണ്ടഡ് ലേബർ എന്ന് പറയുന്നത് ഒരു കെണിയാണ്. അത് ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാവപ്പെട്ട ആൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഒരു പൈസയില്ല ഒരാൾ അവർക്ക് കൊണ്ട് കുറച്ച് പൈസ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു 2-3 ലക്ഷം രൂപ കൊടുത്തിട്ട് അവരെ ആ അത്യാവശ്യത്തിൽ സഹായിക്കുന്നു. എന്നിട്ട് അയാളോട് പറയുകയാണ്, നിങ്ങളെൻ്റെ കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ സാലറി നിന്ന് പിടിച്ചോളാം എന്നുള്ള രീതിയിൽ അവർ പറയും. അപ്പോൾ അങ്ങനെയാണ് മിക്കവാറും ഈ തോട്ടം, അതായത് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളെല്ലാം ഇങ്ങനെ ബോണ്ടഡ് ലേബറിലാണ് നമുക്ക് ഇപ്പോഴും കാണാൻ വേണ്ടി പറ്റുന്നത്. അവർക്കത് അത്യാവശ്യം വരുന്ന സമയത്ത് അതിൻ്റെ ഓണർ എന്ത് ചെയ്യും, കുറച്ച് പൈസ എടുത്ത് കൊടുക്കും. എന്നിട്ട് ആ പൈസ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യും. അതിനാണ് ഈ ഡെപ്റ്റ് ബോണ്ടേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫോഴ്സ്ഡ് ലേബറാണ്, അത് നിർബന്ധിച്ച് ജോലി ചെയ്യുന്നതാണ്. ഒരു പേഴ്സണെ കമ്പൽ ചെയ്യുന്നത് എന്തിനു വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെടുത്തിട്ടുള്ള ലോണ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരിക്കലും ഈ കട എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കൊടുത്തു തീർക്കാൻ വേണ്ടി പറ്റില്ല. അത് ഒരു പ്രാവശ്യം കൊടുത്ത് കഴിയാനാകുന്ന സമയത്ത് അവരടുത്ത ആവശ്യം വരുന്ന സമയത്ത് ആദ്യം ഇവരുടെ അടുത്ത് എന്ത് ചെയ്യും, കടം വാങ്ങിക്കുന്നുണ്ടാവും. ഇത് എപ്പോഴും കാണാൻ വേണ്ടി പറ്റുന്ന എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ റൂറലും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയസിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇതിൻ്റെ കോസസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കോസ് പോവർട്ടിയും അതേപോലെ തന്നെ ലാക്ക് ഓഫ് എംപ്ലോയ്മെൻറ്റാണ്. അത് സാധാരണ ആൾക്കാർക്ക്, പാവപ്പെട്ട ആൾക്കാർക്ക് എപ്പോഴും അവർ ഡെപ്തിലേക്ക് പോകാൻ വേണ്ടി കാരണം അവർക്ക് ഇങ്ങനെയുള്ള പുവറായിട്ടുള്ള പ്രോബ്ലം, അതായത് പോവർട്ടി എന്ന് പറയുന്ന സംഭവം ഉണ്ടായതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യും, അവരൊരു ബോണ്ടായിട്ട് എടുത്തിട്ട് അവരോട് എന്ത് ചെയ്യും, വീട് വന്ന് പണിയെടുക്കാൻ വേണ്ടി പറയും. ഇനി രണ്ടാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലിട്രസി, ലാക്ക് ഓഫ് അവയർനെസ് ആണ്. അത് ഈ ലേബർ ബോണ്ടഡ് ലേബറേഴ്സിന് എന്തറിയില്ല, ഈ ലീഗൽ റൈറ്റ്സ് കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും വലിയ അറിവോ കാര്യങ്ങളൊന്നുമില്ല. അതായത് അവിടെ കുറേ ഗവൺമെൻറ് പ്രോഗ്രാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ബോണ്ടേജിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത്. അതേപോലെ തന്നെ ഇവർക്ക് കുറേ ലീഗൽ റൈറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് ഈ ഒരു ബോണ്ടഡ് ലേബർ സിസ്റ്റം എന്ന് പറയുന്ന സാധനം എന്തില്ല, ശരിക്കും ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണ്, നമുക്ക് എപ്പം വേണമെങ്കിൽ ഇതിനകത്ത് ഊരി പോരാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർക്ക് പക്ഷേ ഈ ലീഗൽ റൈറ്റ് ഒന്നും അറിയില്ല. ഇനി അടുത്ത ചില കേസസിൽ ലാൻഡ് ഓണേഴ്സും എംപ്ലോയീസും മണി ലെൻഡേഴ്സും ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതായത് പുവർ ഫാമിലീസ് ആ സമയത്ത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഈ ഒരു സൈക്കിൾ ഓഫ് ഡെപ്തിലേക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ ഇതിൻ്റെ കോൺസിക്വൻസസ് നോക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഹാഷായിട്ടുള്ള കണ്ടീഷൻസിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ലോ ആയിട്ടുള്ള വേജസ് മാത്രമേ കിട്ടുള്ളൂ. ഫിസിക്കലി ഇമോഷണലായിട്ടുള്ള അബ്യൂസ് ഇവർക്ക് നേരിടേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഇവർ ഈ ഒരു ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ ജനറേഷണൽ പോവർട്ടി ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരുപാട് ജനറേഷനായിട്ട് ഇവരുടെ അടുത്ത് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അവരുടെ ഫാമിലീസ് എല്ലാ ആൾക്കാരും ഇവരുടെ അടുത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബോണ്ടഡ് ലേബർ എന്ന് പറയുന്ന സാധനം ക്ലിയർ ആയിട്ട് ഹ്യൂമൻ റൈറ്റ് വയലേഷനാണ്. കാരണം എന്താ വെച്ചാൽ ഈ വർക്കേഴ്സിന് ബേസിക് ഫ്രീഡം പോലെ അവർ ഡിനൈ ചെയ്യുന്നുണ്ട്. അതായത് ബേസിക് ഫ്രീഡം പോലെ അവർ കൊടുക്കുന്നില്ല. ഇതിലൊരു ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ട്. അതായത് ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് ഉണ്ട്. ആ ഒരു ആക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് കൊണ്ടുവന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ ബോണ്ടഡ് ലേബർ സിസ്റ്റം അങ്ങനെ തന്നെ ഇല്ലാണ്ടാക്കാൻ, അതേപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള ആൾക്കാർക്കുള്ള റിഹാബിലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഈ വിക്ടിംസിന് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്.